ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിന് സമീപം സ്വന്തം കുടുംബത്തിലെ 4 പേരെ കൂട്ടക്കൊല നടത്തിയ വീട് കാണിക്കുന്നതിന് വേണ്ടിയാണ്. കേഡൽ രാജ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പിതാവിനെയും മാതാവിനെയും അനുജത്തിയെയും വീട്ടിലുണ്ടായിരുന്ന ഒരു ബന്ധുവിനെയും കൊലപ്പെടുത്തിയ വീട്. ആ വീട് ഇതാണ്. ഈ ബേസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീടാണിത്. ഈ വീടിൻ്റെ ഗേറ്റ് ഇപ്പോൾ ഈ സ്ഥിതിയിലാണ്. സമാധാനത്തിൻ്റെ 2 പ്രാവുകളെ ഗേറ്റിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതാണ് കേഡൽ രാജയിലെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. കരിയിലകളാൽ മൂടപ്പെട്ട് ഈ വീട്ടിലേക്കുള്ള വഴി തന്നെ പരമാവധി അടഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നേരെ നിങ്ങളൊരു ടെറസിൻ്റെ മുകൾ ഭാഗം കാണുന്നതാണ് കേഡൽ രാജ 4 പേരെ കൊലപ്പെടുത്തിയ വീട്. ഈ വീടിൻ്റെ പിൻവശത്തുള്ള വഴിയിലൂടെയും ഇതിനകത്തേക്ക് കടക്കാവുന്നതേ ഉള്ളൂ. അത് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലായി കാണിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ക്ലോസപ്പ് ദൃശ്യവും നിങ്ങൾ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾക്ക് ശേഷം കാണാൻ കഴിയുന്നതുമാണ്. ഇവിടെയാണ് 2017 ഏപ്രിൽ 8-ാം തീയതി കേരളം മുഴുവൻ ഞടുങ്ങിയ ആ കൊലപാതക പരമ്പര നടന്നത്. 117-ാം നമ്പർ വീടെന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ വീടാണ്. അവിടെ പ്രൊഫസർ രാജാ തങ്കം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധു ലളിത എന്നിവരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. കൊലയാളി രാജാ തങ്കത്തിൻ്റെയും പത്മയുടെയും മകനും കരോളിൻ്റെ ബ്രദറുമായ കേഡൽ ജീൻസൺ രാജയാണ്. 3 മൃതദേഹങ്ങൾ കത്തിയ നിലയിലും ഒരെണ്ണം കിടക്ക വിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വെട്ടിയും കഴുത്തറുത്തും കൊന്ന ശേഷമായിരുന്നു കത്തിച്ചത്. 117 എന്ന വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ഈ കോമ്പൗണ്ടിനകത്ത് 118 എന്ന് പറയുന്ന ഒരു വീട് കൂടിയുണ്ട്. അതൊരു പഴക്കം ചെന്ന വീടാണ്. അതിന് തൊട്ടരികിലാണ് പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നതും വർഷങ്ങളായി ഇവർ ഈ വീട്ടിൽ താമസിക്കുന്നതും. ഈ കേഡൽ രാജ എന്ന് പറയുന്ന മകൻ, അദ്ദേഹം വിദേശത്തൊക്കെ പഠനത്തിന് പോയിരുന്നെങ്കിലും പഠനമൊന്നും പൂർത്തിയാക്കാതെ മടങ്ങി വന്നാണ് ഈ വീട്ടിൽ പുറത്തുപോലും പോകാതെ മുറിയടച്ചിരിപ്പായത്. ഈ കോമ്പൗണ്ടിൽ നേരെ മുകളിൽ കാണുന്നത് ആ വീടിൻ്റെ ടെറസിൻ്റെ ഒരു ഭാഗമാണ്. റോഡിൽ നിന്നാൽ വ്യക്തമായി ഈ വീട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കോമ്പൗണ്ടിനകത്ത് കയറി ഈ വീട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയുണ്ടായി. അത് തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വീടിൻ്റെ ക്ലോസപ്പ് ദൃശ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീട് കത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായ അഗ്നിബാധയെ തുടർന്ന് വീടിൻ്റെ ഭാഗങ്ങൾ കരിഞ്ഞ നിലയിൽ കാണുന്നതും നിങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മുകളിലത്തെ നിലയിലാണ് തീ ഇട്ടതെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അവിടെയൊക്കെ ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഇത് വീടിൻ്റെ ഗേറ്റിൽ KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പതിച്ചിരിക്കുന്ന നോട്ടീസാണ്. ഈ നോട്ടീസിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്നും കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നും കാണിച്ചുകൊണ്ട് പതിച്ച നോട്ടീസ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 24/10/2017 മുതൽ 26/9/2018 വരെയുള്ള കാലയളവിലെ തുക അടയ്ക്കുന്നതിന് വേണ്ടിയാണ്, വൈദ്യുതി ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരു നോട്ടീസ്. മറ്റൊരു നോട്ടീസ് 24/10/2017 മുതൽ 1/9/2018 വരെയുള്ള വൈദ്യുതി ചാർജ് അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ വിച്ഛേദിക്കുമെന്നും ഉള്ള നോട്ടീസാണ്. ഡോക്ടർ ജീൻ പത്മയ്ക്കുള്ളതാണ് ഒരു നോട്ടീസ്. മറ്റൊന്ന് ലളിത, ബന്ധുവിൻ്റെ പേരിലുള്ളതാണ് ഈ നോട്ടീസ്. ഒരു പക്ഷേ അത് പഴയ നമ്പറിലുള്ള കെട്ടിടം ലളിതയുടെ പേരിലായിരിക്കാനായിരിക്കും സാധ്യത. അതുകൊണ്ടാണ് വ്യത്യസ്തമായ കൺസ്യൂമർ നമ്പറിൽ ഈ നോട്ടീസ് പതിച്ചിരിക്കുന്നത്.
ഇതാണ് പിൻവശത്തുള്ള വഴി. മുൻവശത്തുകൂടി കയറാനുള്ള വഴി ആദ്യം ഈ ദൃശ്യത്തിൽ കാണിച്ചിരുന്നു. ഇതാണ് പിൻവശത്തുള്ള വഴി. ഈ പിൻവശത്തുള്ള വഴിയിലേക്കുള്ള ഗേറ്റിലാണ് ഈ KSEBയുടെ നോട്ടീസ് പതിച്ചിരിക്കുന്നത്. ഈ വഴിയും ഇപ്പോൾ കാട് പിടിച്ചു കഴിഞ്ഞു. ഈ വഴിയിലൂടെ ഏകദേശം അറ്റം പോകുമ്പോൾ നമുക്ക് ഇവരുടെ ഈ വീട്, കൊലപാതകങ്ങൾ നടന്ന വീട് കാണാനും കഴിയും. ഈ വീടിന് സമീപത്തുള്ള മറ്റൊരു വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറിയാൽ ഈ കത്തിക്കഴിഞ്ഞ വീടിൻ്റെ കുറേ ഭാഗങ്ങളും വീടിൻ്റെ മുൻവശവും കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഏകദേശം പുറത്തു നിന്ന് കാണുമ്പോൾ വീടിൻ്റെ ഇത്ര ഭാഗങ്ങളെ റോഡിൽ നിന്ന് കാണാൻ കഴിയുകയുള്ളൂ. ചുറ്റും മരങ്ങളാൽ നിറഞ്ഞ ഒരു കോമ്പൗണ്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ പകൽ നേരത്ത് പക്ഷിയുടെ കരച്ചിൽ വരെ കേൾക്കാൻ കഴിയും. ഈ വീടിൻ്റെ ഗേറ്റിൽ 2 സമാധാനത്തിൻ്റെ പ്രാവുകൾ പതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിന്നും സമാധാനം എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഈ കൊലപാതകം നടന്നത് 2017 ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേഡൽ രാജയെ 6ാം സെഷൻസ് കോടതി നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്നും ചില മൊഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് മുൻ എപ്പിസോഡിൽ ഈ ചാനൽ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. കേഡൽ രാജയെ സംബന്ധിച്ചിടത്തോളം മാനസിക അസ്വാസ്ഥ്യം ഇപ്പോഴും ഉണ്ടെന്നുള്ള നിഗമനത്തിലാണ് വിചാരണ ഇതുവരെ വൈകിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം ആസ്ട്രൽ പ്രൊജക്ഷൻസിൻ്റെ ഒരു പ്രചോദനം കൊണ്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതെന്നും ആത്മാക്കളുമായി തനിക്കിപ്പോഴും സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്നുമൊക്കെയാണ് അദ്ദേഹം പോലീസിന് മൊഴി കൊടുത്തത്. കൊലപാതകം നടത്തിയതിനു ശേഷം അദ്ദേഹം ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു പോയെങ്കിലും 3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കാര്യം പുറത്ത് വന്നിട്ടില്ല. കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തീർപ്പാക്കുന്നതെന്നും കൗതുകത്തോടു കൂടിയാണ് കേരളം കാതോർത്തിരിക്കുന്നത്. രാത്രി 11 മണിയോടെ ആണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഭവനത്തിന് സമീപമുള്ള ഡോക്ടർ ജീൻ പത്മയുടെ വീട്ടിൽ തീപിടിച്ചെന്നുള്ള വാർത്ത ആദ്യം വരുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുമ്പോഴാണ് മൃതദേഹങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞത്. 45 മിനിറ്റോളം തീ കെടുത്താൻ ഫയർഫോഴ്സ് ശ്രമിക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് ഈ ഡെഡ് ബോഡിയെ കണ്ടെത്തുന്നതും ആ ഡെഡ് ബോഡിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി ബോധ്യപ്പെടുകയും ചെയ്തത്. ഈ ഡോക്ടർ പത്മയുടെയും ബന്ധു ലളിതയുടെയും ഡെഡ് ബോഡീസ് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞാണ് കണ്ടെത്തിയത്. നിങ്ങൾ നോക്കുമ്പോൾ ഈ ടെറസ് വീടിൻ്റെ പൊട്ടലുകളും അവിടെ തീ കത്തിച്ചതിൻ്റെ പാടുകളും വ്യക്തമായി ഇപ്പോൾ കാണാൻ കഴിയും. ഈ വീട് പിന്നീട് ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല. കാരണം ആ വീട്ടിലുള്ളവരെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴും ഒരു പ്രേത കുടീരം പോലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പലരും ആ ഭാഗത്ത് താമസിക്കുന്നവർ ഈ വീട്ടിലേക്ക് നോക്കാൻ പോലും ഇപ്പം ഭയപ്പെടുന്നു. ഇതാണ് കൊലപാതകം നടന്ന വീടിൻ്റെ മുൻവശം. ആ വീട്ടിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാവിൽ ഇപ്പോഴും ചക്കകൾ കായ്ച്ച് കിടപ്പുണ്ട്. ഈ കോണിപ്പടിയാണ് മുകളിലേക്ക് പോകാനുള്ളത്. ഇന്നർ സൈഡിലും കോണിപ്പടി മുകളിലേക്കുണ്ട് താഴെ. ഈ വീടിൻ്റെ ഉള്ളറയിൽ വെച്ചാണ് ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ കേഡൽ രാജ നടത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് കൊലപാതകങ്ങൾ നടന്നത്. വീട്ടിന് സമീപത്ത് വീടുകൾ ഉണ്ടെങ്കിലും വീട്ടുകാരും ആയിട്ട് മറ്റ് ആളുകളുമായും കേഡൽ രാജ എന്ന കൊലപാതകി ചെറുപ്പക്കാരന് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മറ്റുള്ളവരും താനും ഈ തീ കത്തിച്ചതിന് ശേഷം ആ തീപിടുത്തത്തിൽ മരണപ്പെട്ടു എന്ന് വരുത്തി തീർത്താനും കേഡൽ രാജ ശ്രമിച്ചിരുന്നു. തുണി, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യരൂപവും കത്തിക്കരിഞ്ഞ നിലയിൽ പോലീസിന് കണ്ടെടുക്കാനായി. കാരണം താനും മരിച്ചു എന്ന് കരുതണം എന്ന് കരുതിയാണ് അതും അദ്ദേഹം ചെയ്തത്. ഈ വീട് ശരിക്കും ഒരു പരിസരത്തുള്ളതിൽ ഒരു വലിയ വീട് തന്നെയാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒട്ടേറെ മുറികളുള്ള ഒരു വീടാണ്.
ശരിക്കും ഇപ്പോൾ ഒരു ഭാർഗവി ക്ഷേത്രത്തിനോട് നമുക്ക് സാമ്യം പറയാവുന്ന തരത്തിലാണ് ഈ വീട്. വീടിൻ്റെ 4 വശവും ചുമരുകൾ ഉണ്ട്. വീടിൻ്റെ 4 വശം ചുമരെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഉണ്ട്. വീടിലേക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണെന്ന് പറയാതെ വയ്യ. ഈ വീട്ടിൻ്റെ ഒരു നെയിം ബോർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഡോക്ടർ ജീൻ പത്മ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. അതായത് കേഡൽ രാജ എന്ന കൊലപാതകിയുടെ അമ്മയുടെ പേരിലാണ് ഇതുള്ളത്. അവിടെ ചുമരിലും KSEBയുടെ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. അതും വൈദ്യുതി വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് തന്നെയാണ്. ഇതാണ് കോമ്പൗണ്ട് വാൾ. ഈ കോമ്പൗണ്ട് വാൾ ഇപ്പോൾ തന്നെ പൊട്ടി പൊളിഞ്ഞ് നാശമായി കിടപ്പുണ്ട്. ആ കൊലപാതകം നടക്കുന്ന ദിവസം രാത്രി ആരോ മതിൽ ചാടിയതായി അയൽക്കാർ പോലീസിനോട് പറയുകയും കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ പിന്നീട് ഒരു എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീടും പരിസരവും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. ഈ പ്ലാവിലെ ചക്കയ്ക്ക് ഇപ്പോൾ ഉടമസ്ഥരില്ല. ചക്ക വിളഞ്ഞ് അത് പഴുത്ത് അത് നാശമായി താഴെ വീണ് കിളികൾക്ക് ഭക്ഷണമാകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീടിന് ചുറ്റുമുള്ള മരങ്ങളിൽ ഇപ്പോഴും കിളികൾ എത്താറുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. കാരണം കിളികളുടെ പാട്ടും കരച്ചിലുമൊക്കെ വ്യക്തമായും ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേൾക്കാൻ കഴിയും. ദൂരെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ടെറസിൻ്റെ മുകൾ ഭാഗം തന്നെയാണ്. ഒരു വട്ടം കൂടി അത് കാണിക്കുന്നത് ആ വീട് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഭാഗം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി തന്നെയാണ്.